നമുക്ക് ടൊമാറ്റോ പുലാവ് ഉണ്ടാക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ആ 2 കപ്പ് ബസ്മതി റൈസ് എടുക്കുമ്പോൾ ഈ റൈസ് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളം എടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3 തക്കാളി കട്ട് ചെയ്തെടുത്തത്. അതിനകത്തുനിന്ന് ഒരു തക്കാളി ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ട് വേണം ഈ ഒരു തക്കാളി നമുക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അത് രണ്ടും ഞാനങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തന്നെ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിയില, ഒരു വലിയ സവോള കട്ട് ചെയ്തെടുത്തത്, അതും വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചെടുത്തത്. ഞാനിവിടെ ഒരു 4 വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 1 ടേബിൾ സ്പൂൺ വാളംപുളി പിഴിഞ്ഞെടുത്തത്, ഒരു 1.5 ടേബിൾ സ്പൂൺ പീനട്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക്. ഇനി നമുക്ക് ടൊമാറ്റോ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഈ ഓയിലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നെയ്യിലും ഉണ്ടാക്കാം. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് ഞാൻ ടൈം തന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പീനട്ട് ഇട്ടിട്ടൊന്ന് വറുക്കാം. ഇത് തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് കരിഞ്ഞു പോകും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് നമുക്ക് ഈ പീനട്ട് വറുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പീനട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ആ സവോള എണ്ണയിൽ കിടന്ന് മുരിയേണ്ട ആവശ്യമില്ല. ആ സവോള ചേർത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചക്കുത്ത് ഒന്ന് മാറണം. ഇപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട്. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ചോറിന് ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, സാമ്പാർ പൗഡർ ചേർക്കാം, തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ആ 2 തക്കാളി നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഒരു തക്കാളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. മല്ലിയില ചേർക്കാം, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നമുക്ക് തക്കാളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതുകഴിഞ്ഞിട്ട് റൈസ് ചേർക്കുമ്പോൾ നമുക്ക് റൈസിലേക്കുള്ള ഉപ്പ് രണ്ടാമത് ചേർക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളിയിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ തക്കാളി നമുക്ക് സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്തിട്ട് വേണം ഇനി നമുക്ക് തക്കാളിയും റൈസും കൂടിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം. ഞാൻ റൈസ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. റൈസ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് റൈസ് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം എടുക്കുക. ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. വാളംപുളി ചേർക്കാം. ശർക്കര ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മൂടി വെച്ചിട്ട് റൈസ് വേവിക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ റൈസ് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റി പോവുകയും ചെയ്യും. നമ്മുടെ റൈസ് നമുക്ക് ശരിക്കും വെന്ത് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് റൈസ് വേവിക്കാം. നമുക്ക് മൂടി വയ്ക്കാം.
നമ്മുടെ റൈസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ റൈസ് നമുക്ക് വേവിച്ചെടുക്കാം. ഈ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ്സ് എങ്കിലും എടുക്കും. നമുക്കൊന്ന് മൂടി വയ്ക്കാം. തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ ഒരു തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് ഇപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ ഏറ്റവും അവസാനം നമ്മൾ ചേർത്ത തക്കാളി നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം.